എന്ത് വന്നാലും ഇടതുപക്ഷം ജയിക്കുന്ന 30-40 MLA എന്നുള്ള വാദഗതി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ പോവുകയാണെന്നുള്ളതാണ് എൻ്റെ വാദം. ഈ പറയുന്ന 140 മണ്ഡലങ്ങളിൽ 40 MLA CPM ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. അപ്പം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിനെ അളക്കുന്ന അളവുകോല് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് അളക്കാൻ കഴിയില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ഒരാളാണ്. പെട്ടെന്ന് ഒരു ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. 2019 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ കിടക്കുന്നു. അത് കിടക്കുമ്പോൾ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കൻ ജില്ലകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 10 വർഷം ഭരിച്ച പിണറായി വിജയന് പോലും എടുത്തു കാണിക്കാൻ ഒരു വലിയ വികസന പ്രവർത്തനം ഇല്ല. എന്നാൽ 2016 ഉമ്മൻചാണ്ടിക്ക് മെട്രോ റെയിൽ ഉണ്ടായിരുന്നു, വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നു, അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, എല്ലാ ജില്ലയിലും മേടിക്കുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മുതൽ നമ്മൾ പ്രതിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ 1-2 ദിവസം മുമ്പ്, പ്രചരണം ദിവസം വരെ എൻ്റെ സുഹൃത്ത് ശ്രീ സുമേഷ് മാർക്കോപോളയുമായി പല വിഷയങ്ങളിലും ഒന്ന് തർക്കിക്കാൻ നമ്മളൊന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, DNA ന്യൂസ് മലയാളം എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബിൽ ഞാൻ എൻ്റെ സുഹൃത്ത് സുമേഷുമായിട്ട് എനിക്ക് തോന്നുന്നൊരു 150-150-ലധികം അഭിമുഖങ്ങളെങ്കിലും നടന്നു കഴിഞ്ഞു. അത് വ്യാപകമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന്, ആ പരിപാടിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സുമേഷിനെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ട് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് സുമേഷ് വരുമ്പോൾ പ്രതിപക്ഷത്തിൽ ഈ DNA ന്യൂസ് മലയാളത്തിൽ എടുത്ത പോലൊരു നിലപാടല്ല സുമേഷ് എടുക്കുക. സുമേഷ് എന്നോട് ഒന്ന് തർക്കിക്കാൻ തയ്യാറായിട്ടാണ് പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ തർക്കം തുടങ്ങുന്നത് തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും LDF-ന് ഒരു സാധ്യതയും ഉണ്ടാവില്ല, 3ാം പിണറായി ഭരണം ഉണ്ടാവില്ല എന്നുള്ള ഒരു നിലപാടാണ് എൻ്റെത്. സ്ഥിരമായി ഞാനതാണ് എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ സുമേഷ് അങ്ങനെ ഒരു നിലപാടല്ല. സുമേഷ് അങ്ങനെ ഒരു നിലപാടല്ല എന്ന് പറയുമ്പോൾ സുമേഷിന് ആ വിഷയത്തിൽ കുറേ എതിർവാദങ്ങൾ എന്നോട് ഉന്നയിക്കാറുണ്ട് എന്ന് ഞാൻ സുമേഷുമായിട്ട് സ്വകാര്യ സമ്മേളനം നടത്തിയപ്പോഴത്തേക്കും സുമേഷ് പറഞ്ഞു. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ സുമേഷിൻ്റെ എതിർവാദങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒന്ന് തർക്കിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുമേഷിനോട് തന്നെ ചോദിക്കാം, എന്താണ് സുമേഷിൻ്റെ അക്കാര്യത്തിൽ? താങ്കൾ പറയുന്നത് 3ാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിന് ഒരു മറുവശമുണ്ട്. മറുവശം ഉള്ളത് എന്തുകൊണ്ട് പിണറായി സർക്കാർ വരില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് പിണറായി ഈ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ഉള്ള ചില മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 10-30 ഉറച്ച MLA-മാരുണ്ട്. അതുപോലെ പിണറായി വിജയന്റെ വികസനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടിക്കാരല്ലാത്തവരുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ 3ാം തവണയും CPM ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നത്. അതായത് സുമേഷ്, എനിക്ക് തോന്നുന്നത് സുമേഷ് പറഞ്ഞ വാദങ്ങൾ ഇടതുപക്ഷക്കാരുന്നയിക്കുന്ന വാദങ്ങൾ ശ്രദ്ധപൂർവ്വം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ പറഞ്ഞത് കേൾക്കുന്നതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ ആ വാദത്തിന് ഒരർത്ഥത്തിൽ ഒരു ലോജിക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം CPM കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസം ശ്രീമാൻ MV ഗോവിന്ദൻ, അദ്ദേഹം ഇപ്പോൾ ഒരു ഹാസ്യ കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 5.5 ലക്ഷം പാർട്ടി മെമ്പർമാർ, 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുകൾ. 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഒരു 2 പേരെങ്കിലും വന്നു പറഞ്ഞാൽ അത് തന്നെ 4 ലക്ഷം പേരായി. പിന്നെ 5.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ. 5.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം കുടുംബങ്ങളാണെന്ന് ഓർക്കുക. അതെ. അപ്പോൾ അതുപോലൊരു പാർട്ടിക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ തോക്കുമ്പോൾ പോലും ഒരു 10-30% വോട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്നും ആ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-40 MLA-മാർ എന്ത് സാഹചര്യത്തിലും ജയിച്ചു വരുമെന്നും അവർക്ക് ധരിക്കാം. അവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ ഈ ഗോവിന്ദൻ പറഞ്ഞതുപോലെ 5.5 ലക്ഷം പാർട്ടി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 5.5 ലക്ഷം × 4 അങ്ങനെ വെച്ച് നമ്മൾ കൂട്ടിയാൽ പോലും 22 ലക്ഷം പേര് അതായി. അതുപോലെ മറ്റേ സംഘടന അത് 2.5 ലക്ഷം വെച്ച് കൂട്ടിയാൽ പോലും
ഒരു 2 പേരെ വെച്ച് കൂട്ടിയപ്പോൾ 5 ലക്ഷം ആദായി. അപ്പോൾ അദ്ദേഹത്തിന്റെ വാദത്തെ നമ്മൾക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് അവരിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൊലപാതകിയെ മത്സരിപ്പിച്ചാലും ആ കൊലപാതകിക്ക് കണ്ണുമടച്ച് വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക്. അപ്പൊ ആ വോട്ട് ബാങ്കിനെ ആശ്രയിച്ച് ഒരു 10-30-40 MLA എന്ത് വന്നാലും ജയിക്കും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏത് പ്രതികൂല സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു 10-25 ജനകീയ MLA എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാടുകൾ എത്ര എതിരാണെങ്കിൽ പോലും അത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ MLA. ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ വികസന പ്രവർത്തനം നടത്തിയ MLA അല്ലേ അയാൾ വോട്ട് കൊടുക്കുക. അല്ല, അതിലും തെറ്റ് പറയാൻ ഞാൻ കഴിയില്ല. കാരണം 15 MLA എടുത്തല്ലോ. ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ എന്തായാലും മുരളീധരനാണ് നമുക്ക് സാധ്യതയെങ്കിൽ പോലും VK പ്രശാന്തിന് അവിടെ വലിയൊരു സ്വാധീനമുണ്ട്. പിണറായിയിൽ പോയി കഴിഞ്ഞാൽ, ധർമ്മടത്ത് പോയി കഴിഞ്ഞാൽ പിണറായി വിജയന് സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള ഒരു 15 സീറ്റ് അതിലും ഗോവിന്ദനെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ഏറ്റവും ചുരുങ്ങി ഒരു 71 പേരെങ്കിലും, കാരണം ഇപ്പൊ 99 ഉണ്ടല്ലോ, അപ്പൊ ഒരു 71 പേരെങ്കിലും ജയിച്ചു വരില്ലേ എന്നുള്ള ഒരു ബോധ്യം. അതാണ് ഇടതുപക്ഷ അണികൾ നിരന്തരമായി അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊറ്റ നോട്ടത്തിൽ കേൾക്കുമ്പം ഒരു യുക്തിയുണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വാദത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ ആശ്രയിച്ച് ജയിക്കുന്ന 10-40 പേര്, ഇതൊരു 4-5-6 തെരഞ്ഞെടുപ്പുകളിൽ ഇത് തന്നെ പ്രകടമായി. LDF ജയിച്ചാൽ UDF ജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 10-40 MLA. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ സുമേഷ്? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം എൻ്റെ ആദ്യത്തെ വാദം എന്ന് പറയുന്നത്, എന്ത് വന്നാലും ഇടതുപക്ഷം ജയിക്കുന്ന 10-40 MLA എന്നുള്ള വാദഗതി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ പോവുകയാണെന്നുള്ളതാണ് എൻ്റെ വാദം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയുന്നത്? കാരണം അതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ ഒരു മണ്ഡലമാണെങ്കിലും ഈ പറയുന്ന 140 മണ്ഡലങ്ങളിൽ 40 MLA CPM ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. 40 MLA അവർക്കുണ്ടാവുള്ളൂ എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിലും ജയിക്കുന്ന 40 MLA. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും. ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ CPMന്റെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ട പാർട്ടി ഗ്രാമങ്ങൾ ഒരുപാടുള്ള ഒരു 8-10 പഞ്ചായത്തുകളിലെങ്കിലും ഓരോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം പോലും ഉണ്ടാവാത്തത് ഏറ്റവും കൂടുതലുള്ള കണ്ണൂർ ജില്ല. ഏറ്റവും സുസംഘടിതമായിട്ടുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരുള്ള ജില്ല, പാർട്ടിയെ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന ജില്ല, പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ജില്ല, എല്ലാം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നിരന്തരം അവിടുന്ന് ഉണ്ടായിട്ടുള്ളൂ. ഇടയ്ക്ക് VS-ഉം EMS-ഉം ഒന്നും വന്നത് ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് 40 MLA എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ണൂരേക്ക് നമ്മൾ ഇന്നും ചെന്ന് നോക്ക്. നമുക്കറിയാം കണ്ണൂരിൽ പയ്യന്നൂര്, തൃക്കരിപ്പൂര്, ധർമ്മടം, കല്യാശ്ശേരി, തളിപ്പറമ്പ്, മട്ടന്നൂര് ഉൾപ്പെടെയുള്ള ഒരു 6-7 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ഒരു 50 വർഷമായി CPM ഒരു 40,000-നും 60,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് ജയിക്കുന്ന. അപ്പം സുമേഷ് പറഞ്ഞ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട MLA വരേണ്ട ഒരു ജില്ല കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക്. അപ്പം നമ്മളൊരു 3-4 മണ്ഡലങ്ങൾ ആദ്യം എടുക്കാം. ആദ്യം നമുക്ക് പയ്യന്നൂർ എടുക്കാം, 2 തളിപ്പുറം എടുക്കാം, 3 മട്ടന്നൂർ എടുക്കാം, 4 നമുക്ക് തലശ്ശേരി എടുക്കാം. അതിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വലിയ തോതിലുള്ള ഒരു വിമത സ്വരം ഉയർന്നിരിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു അല്ലെങ്കിൽ TK ഗോവിന്ദൻ മത്സരിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് പോലും അവരവിടുന്ന് ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയിലൊന്നുള്ള ചർച്ചകളൊന്നും വന്നിരുന്നില്ല. കാരണം അവർ വലിയൊരു വിമതത്തിന് പുറത്ത് വന്നു. ഇപ്പൊ തളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷമായിട്ട് CPM ചെയ്യും. അവിടെ TK ഗോവിന്ദൻ വളരെ ജനകീയനാണെങ്കിലും TK ഗോവിന്ദൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ നിന്നൊന്നും സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ന്യായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 2021 93,000 വോട്ടാണ് അവിടെ കിട്ടിയത്. CPM അല്ലല്ല, ഭൂരിപക്ഷം മൊത്തം വോട്ട് 42,000 ഭൂരിപക്ഷം.
പക്ഷേ സുമേഷ് നിഷ്പക്ഷമായിട്ടൊന്ന് നോക്കിയേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ. ഇപ്പൊ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇപ്പോഴത്തെ അവിടുത്തെ വോട്ടർമാരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കണ്ടാൽ ആ 2 മണ്ഡലങ്ങളിൽ പോലും വിമതന്മാർ ജയിച്ചാൽ അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്ക് എന്നുള്ളതല്ല. അവിടെ ഈ തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പി കെ ശ്യാമളയ്ക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്, എം പി ഗോവിന്ദന് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു തർക്കം എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായും പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ, അവിടെ ഒരു അറിയാമല്ലോ, താങ്കൾ തന്നെ പറഞ്ഞു കണ്ണൂർ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ കോട്ടയാണ്. അങ്ങനെ തളിപ്പറമ്പിൽ നിന്ന് ടി കെ ഗോവിന്ദൻ എന്തിന്റെ പേരിലായിരുന്നാലും ഈ ഒരു നിർണായക ഘട്ടത്തിൽ പുറത്തു പോകുമ്പോൾ അത് ടി കെ ഗോവിന്ദനോടുള്ള അണികൾക്കുള്ള അമർഷത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്നത് പോലെ ടി കെ ഗോവിന്ദന് ഒരു വിജയ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഈ പറഞ്ഞതുപോലെ ഇത് CPM-കാർ ഉന്നയിക്കുന്ന ഒരു വാദമാണ്. ആ വാദത്തിന് CPM-കാരുടെ ഭാഗത്തു നിന്ന് ഒരു ന്യായീകരണം വേണമെങ്കിൽ പറയാം. പക്ഷേ പയ്യന്നൂരിലും തളിപ്പറമ്പിലും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹസ്കർ പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് പോയിരുന്നു. കുഞ്ഞികൃഷ്ണൻ 1000 പേരാണ് അവിടെ പങ്കെടുത്തെന്നാണ് പിന്നെ ഹസ്കർ പറഞ്ഞത്. അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ്റെ റോഡ് ഷോ ഒക്കെ നമ്മൾ കണ്ടു. 100 കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് റോഡ് ഷോ നടന്നത്. ഇപ്പം തളിപ്പറമ്പിലേക്ക് വന്ന തളിപ്പറമ്പിൽ മയ്യിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മയ്യിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് CPM-കാർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് ശരിക്കും ടി കെ ഗോവിന്ദനും വരുന്നത്. അവിടെ നടന്ന റോഡ് ഷോയിൽ പോലും 100 കണക്കിന് ആളുകൾ വന്ന് പങ്കെടുക്കുകയാണ്. മനസ്സിലായില്ലേ? അയാളുടെയും കൺവെൻഷന് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം. അപ്പം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിനെ അളക്കുന്ന അളവുകോല് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് അളക്കാൻ കഴിയില്ല. ഇല്ല, അത് അവിടെയാണ് വിഷയം. കാരണം അതായത് ഇപ്പോ കണ്ണൂർ ഒഴികെ മലബാർ ജില്ല ഒഴികെയുള്ള നമ്മൾ തെക്കൻ ജില്ലകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ അവർക്ക് ഈ കമ്മ്യൂണിസം അധികം അങ്ങ് തലച്ചോറിൽ പിടിച്ചിട്ടില്ലാത്തവരാണ്. കുറേയൊക്കെ അവർ മാറ്റി ചിന്തിക്കും. പക്ഷെ കണ്ണൂരിൽ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെയല്ല. അവിടെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവരവിടെ ചെന്ന് ക്യൂ നിന്നിട്ട് അവരെ ബാലറ്റ് അവിടെ വോട്ടിംഗ് യന്ത്രത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ മനസ്സ് മാറുന്ന ഒരു രീതിയാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അല്ല, ഞാനത് പറയുന്നത് അതിലെനിക്ക് തർക്കമില്ല. തർക്കമില്ല എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് വരെ അതിന് തർക്കമില്ല. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇത്രയേറെ ജനപങ്കാളിത്തത്തോടു കൂടി ഇപ്പം ആരോ എന്നോട് പറഞ്ഞത് തളിപ്പറമ്പിലൊന്നും സാധാരണ രീതിയിൽ UDF റോഡ് ഷോയെ നടത്താറില്ല, കാരണം അതിന് ആൾ കിട്ടില്ല. പയ്യന്നൂരിലും റോഡ് ഷോ ഉണ്ടാവാറില്ല. മനസ്സിലായി? അത്രയ്ക്ക് വലിയ പാർട്ടി കോട്ടകളും യഥാർത്ഥത്തിൽ UDF പോലും ആ മണ്ഡലങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മണ്ഡലങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാറ് പോലും. തൃക്കരിപ്പൂര് ചർച്ച ചെയ്യാറില്ല. പയ്യന്നൂര്, കല്യാശ്ശേരി, ധർമ്മടം ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യാറ്. പക്ഷെ അവിടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വോട്ടർമാരുടെ ഉയർത്തെഴുന്നേൽപ്പ് വരുമ്പോൾ അത് CPM-ന്റെ അണികളിൽ നിന്നാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ CPM-ന്റെ അണികൾ തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്ത് സംഭവിക്കും എന്നുള്ള നിലയിലുള്ള ആശങ്ക അവർക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താ? നമുക്കറിയാലോ, ഇപ്പോൾ CPM-നകത്ത് 2 പിന്നെ CPM ഉണ്ടായത് എങ്ങനെയാണ്? 1964 CPM 1964 ഉണ്ടായത് ഒരു ആശയ ഭിന്നത കൊണ്ടിട്ടാണ്. 80കളുടെ മധ്യത്തിൽ രാഘവൻ പോയതും ഒരു ആശയ ഭിന്നത ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. എന്നാൽ ഇപ്പൊ കണ്ണൂരുള്ള ഈ ആശയങ്ങൾ തമ്മിലുള്ള പിന്നെ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വശത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന, സ്വജനഭാഗത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന നേതാക്കന്മാരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ഒരു നേതൃത്വം. മനസ്സിലായി? മറുഭാഗത്ത് ഇതിനെല്ലാം എതിർക്കുന്ന, പാർട്ടി നിലനിന്ന് കാണണം, വളരണം എന്ന് ആഗ്രഹിക്കുന്ന അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു രോഷവും പ്രതിഷേധവും. ഈ രോഷവും പ്രതിഷേധവും പുറമേക്ക് പ്രകടിപ്പിക്കാനായിട്ട് 2 നേതാക്കന്മാർ അവിടെ ഉണ്ടാവുന്നു. അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഇനി അതാണ് അവിടെ വലിയ തോതിലുള്ള പിന്നെ പ്രതികരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ മറ്റു മണ്ഡലങ്ങൾ എടുത്ത് നോക്കുക. കണ്ണൂർ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം, തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അവിടെ ഒന്നും ഒരു മത്സരവും സാധനമൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ അവിടെയും ഈ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആൾ ചെന്നിറങ്ങി അവിടെ നടന്ന റോഡ് ഷോയിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായി. അതുകൊണ്ട് കാര്യമാണ് ഞാൻ കരുതുന്നില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ഒരാളാണ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മളൊരു കാര്യം കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഈ തൃക്കരിപ്പൂരിലൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞൊരു 3-4 തെരഞ്ഞെടുപ്പായിട്ട് അവിടെ ഒരു റോഡ് ഷോ പോലും അവിടെ ഉണ്ടായിട്ടില്ല.
കാരണം അതെ, കുറച്ച കോട്ടയായിരുന്നു. അതിനുള്ള ഒരു സ്കോപ്പ് ഇല്ല. അവിടെ UDF നിർത്തുന്ന സ്ഥാനാർത്ഥികൾ പോലും ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളെ എല്ലാം നിർത്തും. അവർ ആരെങ്കിലും കൊണ്ട് അവിടെ നിർത്തും, മത്സരം അവിടെ നടക്കും. ഇപ്പൊ ധർമ്മടം തന്നെ നോക്കുക. ധർമ്മടത്ത് പോലും വലിയ തോതിലുള്ള ആശങ്ക, പിണറായി തോക്കുന്നുള്ളതല്ല, പക്ഷെ പിണറായി കഴിഞ്ഞ പ്രാവശ്യം അവിടെ 50,000 വോട്ടിനാണ് ജയിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു പകുതി പോലും ഒക്കെ എത്തുമെന്നുള്ള നിലയിലുള്ള ആശങ്ക അവിടെ ഉയർന്നു വന്നിരിക്കുന്നു. ഇപ്പൊ അയാൾ തന്നെ അവിടെ ഇറങ്ങിയിട്ട് റോഡ് ഷോ ആയിട്ടാണ് 18 കിലോമീറ്റർ വീട്ടിലേക്ക് പോയത്. രണ്ട് സൈഡിലുള്ള ആളുകൾ വന്നിട്ട് ഇയാളെ കണ്ടിട്ട് നേരെ കയറി അങ്ങ് പോവുക. മനസ്സിലായി? അവിടെ നിൽക്കുന്ന അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ പ്രാവശ്യം തളിപ്പറമ്പിൽ പിന്നെ എന്താണ് MP ഗോവിന്ദനെ ഇട്ട് ഓടിച്ചിട്ട് 40,000 ഭൂരിപക്ഷം 20,000 ആയിട്ട് കുറയുകയും. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കരുതുന്ന മണ്ഡലങ്ങളിൽ പോലും വലിയ ആശങ്കയിലേക്ക് CPM പോയിരിക്കും. മനസ്സിലായി? ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മഹാ റാലി നടന്നു കോഴിക്കോട്. ഒരു 10,000-15,000 ആളുകളാണ് അവിടെ ആ റാലിയിൽ വന്ന് പങ്കെടുത്തത്. ഇപ്പം കോഴിക്കോട് മണ്ഡലം മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി, ഇപ്പം മുഹമ്മദ് റിയാസിന് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താ? 2021 തെരഞ്ഞെടുപ്പിൽ മലബാറിൽ മുസ്ലിങ്ങളുടെ വലിയ പിന്തുണയാണ് റിയാസിനെന്നല്ല LDF. കോഴിക്കോട് പല മണ്ഡലങ്ങളും LDF ജയിച്ചു. സീറ്റുകൾ UDF സാധ്യതയുണ്ടായിരുന്ന പല മണ്ഡലങ്ങളും. മലപ്പുറത്ത് 4-5 പേര് ജയിച്ചു. അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ മന്ത്രി ജയിച്ചു, KT ജലീൽ ജയിച്ചു, അവരുടെ 4-5 പേര് ജയിച്ചു. എന്നാൽ ഇത്തവണ CPM-ന്റെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ മലബാറിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു വോട്ട് പോലും LDF-ന് കിട്ടാത്ത നിലയിലുള്ള വലിയ പോളറൈസേഷൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് നടന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് താങ്കൾ ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനോടുള്ള ഒരു മൃദു സമീപനമാണോ? അല്ല, ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, പല പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ റിസൾട്ട് നമ്മളൊന്ന് എടുക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF തേഞ്ഞു മാഞ്ഞു പോയി, LDF പരിപൂർണമായി ഇല്ലാതായ ഒരു ചിത്രമാണ് മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. അവിടെ 82 പഞ്ചായത്തിൽ ഏതോ 3-4 പഞ്ചായത്തുകളിലാണ് LDF ഉള്ളത്, ബാക്കി മുഴുവൻ UDF ആണ്. മനസ്സിലായി? അപ്പം ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ ഹൈപ്പോത്തിസിസിന് മലബാറിൽ ഉണ്ടാകാൻ പോകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി പരിപൂർണമായും ഇവരെ തള്ളുമെന്നാണ് താങ്കൾ പറയുന്നത്. അതെങ്ങനെയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. അതെങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്? ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിലല്ല ഞാൻ പറയും. ഞാൻ മലപ്പുറം ജില്ലയിലും മലബാറിലും ഉള്ള മുസ്ലിം ജനസാമാന്യത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു ചേണിങ് 100% UDF-നുണ്ട്. അത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചു, വലിയ തോതിൽ പ്രകടമായി. അതിപ്പം ഞാൻ പറഞ്ഞപ്പോൾ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം, കണ്ണൂരിൽ K. സുധാകരന്റെ വിജയം, വടകരയിലുള്ള ഷാഫി പറമ്പലിന്റെ വമ്പൻ വിജയം, മലപ്പുറത്തെ 2 മണ്ഡലങ്ങളിൽ 2.5 ലക്ഷവും 3.5 ലക്ഷവും ഒക്കെ ആയിരുന്നു ഭൂരിപക്ഷം. അപ്പം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ജനസമാജത്തിന്റെ ധ്രുവീകരണം നമുക്ക് ബോധ്യമായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് പരിപൂർണമായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM എന്നുള്ള സ്ഥാനത്തിനെ കാണാൻ പോലില്ല. ഇത്തവണ നമ്മൾ മലപ്പുറത്ത് നമ്മൾ നോക്കൂ, 3-4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പോലുമില്ല. ഏറ്റവും അവസാനം ഏതോ മങ്കട എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഒരുത്തം കൊണ്ടുവന്ന് LDF-ന് വേണ്ടി നാമനിർദ്ദേശ പത്രിക കൊടുത്ത അവനെ പിൻവലിപ്പിച്ചിട്ട് CPM-ന്റെ മുസ്ലിം കൊണ്ടുവന്നു. മനസ്സിലായി? അപ്പം ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാദം ആദ്യം കണ്ണൂരിൽ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്നു. മലബാറിൽ CPM ഇപ്പം പേരാമ്പ്രയിൽ 42 വർഷമായിട്ട് CPM ജയിച്ചു. അവിടെ ഫാത്തിമ തൈലിയ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് വലിയ ഓളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതുപോലെ തന്നെ കൊടുവള്ളി ഉള്ള ഒരുപാട് സീറ്റുകളിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രണ്ടാമത് പൊളിയുന്നത് മലപ്പുറത്താണ്. ഇനി മൂന്നാമത് നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറിൽ നമ്മൾ ക്രിസ്ത്യൻ ബെൽറ്റും ഇപ്പുറത്തെ ഹിന്ദു ബെൽറ്റും നമുക്ക് നോക്കാം. ആ ക്രിസ്ത്യൻ ബെൽറ്റിൽ പിന്നെ ഇടുക്കിയിലൊക്കെ ഇറോഷി അഗസ്റ്റിൻ അവരെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾക്ക് ജയിച്ചു. പക്ഷെ ആ ആളുകൾ ജയിച്ചതിൽ തന്നെ മാറ്റങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. എന്നാൽ അവിടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹിന്ദു പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ തോതിലുള്ള പോളറൈസേഷൻ UDF അനുകൂലമായിട്ട് വന്നു. നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ BJPക്ക് ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായി. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് പോയി. ആ ഏരിയയിൽ BJP മത്സരിപ്പിച്ച 99% ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളും തോറ്റു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള ഒരു പോളറൈസേഷൻ പിന്നെ UDF അനുകൂലമായി. അപ്പോൾ അവിടെയും അവരുടെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകളുടെ പ്രശ്നം വരും. ഇപ്പം ഇടുക്കി ജില്ലയിൽ 5 സീറ്റുണ്ട്. ഈവൻ ഉടുമ്പൻചോളയെ പോലെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റാത്ത. അല്ല, അവിടെ സംബന്ധിച്ചോളം ഇപ്പം മണിയായിരുന്നാലും EM മണിയായിരുന്നാലും CB വർഗീസ് ആയിരുന്നാലും ഒക്കെ അവിടെ വലിയ സ്വാധീനമുള്ളവരാണ്. അത് മാത്രമല്ല, അവിടെ പല ഈ മാഫിയകൾ ഉൾപ്പെടെ, നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, മാഫിയകൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് CPMന്റെ ഒരു പിന്തുണയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ വോട്ട് ചോർന്നു പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായേക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ആ വാദഗതിക്ക് പിന്നെ അത്ര നമുക്ക് വില കൊടുക്കാൻ കഴിയില്ല. കാരണം ഉദാഹരണത്തിന് ഉടുമ്പൻചോലയിലെ 40,000 വോട്ടിനാണ് MM മണി ജയിച്ചത്. MM മണിക്ക് സ്ഥാനാർത്ഥിയാവണമെന്നുണ്ടായിരുന്നു. MM മണി സ്ഥാനാർത്ഥിയായില്ല. വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ അവിടെയുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന നിലയിലുള്ള വലിയ പിന്നെ പ്രവർത്തനം UDFന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇടുക്കി ജില്ലയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും ടെൻഷൻ. പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകളിൽ എണ്ണം കുറവാണ് തെക്കൻ ജില്ലകളിൽ, അല്ലേ തന്നെ. ഇപ്പോൾ തെക്കൻ ജില്ലയിൽ ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ UDF ഒരു സീറ്റേ ഉള്ളൂ. കോട്ടയത്തെ സീറ്റ് കുറവാണ്. പക്ഷെ അതൊക്കെ 2021 വലിയൊരു ഒഴുക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അവിടെ പിന്നെ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ UDF വലിയ മുൻതൂക്കം ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തെക്കൻ ജില്ലകളിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകളിൽ എണ്ണം കുറവാണ്. തെക്കൻ ജില്ലയിലും ഇത്തവണ വലിയ ആശങ്ക LDF ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. 2019 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ കിടക്കുന്നു. അത് കിടക്കുമ്പോൾ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കൻ ജില്ലകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ. ശബരിമല യുവതി പ്രവേശനത്തിന് ശേഷമാണ് 2021 തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി LDF. പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിക്കാമെങ്കിലും കേരളത്തെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും യുവതി പ്രവേശനം മുറിവേൽപ്പിച്ച വലിയൊരു വിഭാഗം ഹൈന്ദവ വിശ്വാസികളുണ്ട്. അവരുടെ കൂടെ വോട്ട് നേടിയാണ് 100 സീറ്റ് CPM നേടിയത്. അങ്ങനെ വരുമ്പോൾ ഈ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2021 ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെറ്റ് ഓഫ് ഡിഫറെന്റ് ഫാക്ടേഴ്സ്. വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾക്ക് പെൻഷൻ, കിറ്റ്, കോവിഡ് ഉള്ള സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടായി. അതിലാണ് ഈ 2021 തെരഞ്ഞെടുപ്പ് വിജയം. പക്ഷേ 2024 വന്നപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് മാറി മറിഞ്ഞു. യഥാർത്ഥത്തിൽ CPMന് തെക്കൻ കേരളത്തിലുള്ള ഏറ്റവും വലിയ ആശങ്ക യഥാർത്ഥത്തിൽ യുവതി പ്രവേശത്തെക്കാൾ ഗുരുതരമായി ഈ പെരുങ്കൊള്ള അവരെ ബാധിക്കുമെന്നുള്ള സംശയം അവർക്ക് കിടപ്പുണ്ട്. കാരണം യുവതി പ്രവേശം എന്ന് പറയുന്നത് ഒരു ആചാരത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. അത് ലളിതമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ശബരിമല എന്ന് പറഞ്ഞാൽ അവരുടെ മഹാക്ഷേത്രത്തിൽ അവരുടെ ഭക്തന്മാർ കൊണ്ടുവന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണം CPMകാരുടെ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അടിച്ചുകൊണ്ട് പോവുകയാണ്. അടിച്ചുകൊണ്ട് പോയ ഒരാളെയും ശിക്ഷിക്കുന്നില്ല, പ്രതികളൊന്നും ശിക്ഷിക്കുന്നില്ല, എല്ലാ പ്രതികളും പുറത്തു പോകുന്നു. മനസ്സിലായി? അപ്പോൾ ആ ആശങ്ക ഇവിടെയും കിടക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് 40 സീറ്റ് 50 സീറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രായോഗികമല്ല എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള ചർച്ചകൾ. ഇനി രണ്ടാമത് ഇവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയം വെച്ചാൽ ഇവർ പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ജനകീയ MLAമാരെ എങ്ങനെ വന്നാലും ജയിക്കും. ജനകീയ MLAമാരെ എങ്ങനെ വന്നാലും ജയിക്കണമെങ്കിൽ പിന്നെ 2016 ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി സർക്കാർ നോക്കാൻ പാടില്ലായിരുന്നു. കാരണം 5 വർഷം കൊണ്ട് വലിയ ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 10-15 ജനകീയ MLAമാർ ജയിക്കുമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഈ 140 MLAമാരിൽ ഈ 15 പേര് എങ്ങനെയായിരുന്നാലും പാർട്ടിയുടെ ഉറച്ചകോട്ടയും അതുപോലെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപഴകലൊക്കെ വെച്ച് ജയിക്കാൻ അത് തെറ്റ് പറയാൻ പറ്റും. അവർ വലിയൊരു നമ്പർ അല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ഈ സുമേഷ് നമ്മൾ ഇതിനകത്ത് കണ്ടൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുക. യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ 10 വർഷം ഭരിച്ച പിണറായി വിജയന് പോലും എടുത്തു കാണിക്കാൻ ഒരു വലിയ വികസന പ്രവർത്തനം ഇല്ല. എന്നാൽ 2016 ഉമ്മൻചാണ്ടിക്ക് മെട്രോ റെയിൽ ഉണ്ടായിരുന്നു, വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നു, അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, എല്ലാ ജില്ലയിലും മേടിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ജനകീയ MLAമാരും ഉണ്ടായിരുന്നു, ഒറ്റപ്പിടി ജനകീയ MLA. എന്നിട്ട് 2016 തോറ്റത് എങ്ങനെയാണ്?
പിന്നീട് തെളിയിക്കാതിരുന്ന, പിന്നീട് വെറും നനഞ്ഞ പടക്കമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ച സോളാറും ബാർക്കോഴ എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനതല ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് 100-നടുത്ത് സീറ്റ് LDF കൊണ്ടുപോയത്. മനസ്സിലായി? അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തം എന്ന് പറഞ്ഞാൽ, എന്ത് ജനകീയത നിങ്ങൾ പറഞ്ഞാലും സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുക. പിന്നെ CPM-കാരെ ഈ പിന്നെ ജനകീയ എം എൽ എമാർ എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം CPM-കാരെയും ഇടതുപക്ഷത്തിനെയും ജനങ്ങൾ അളക്കുന്നത് വികസന പ്രവർത്തനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും അവർക്ക് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നയങ്ങളുണ്ട്. ഈ നയങ്ങൾ എത്രത്തോളം അവർ മുന്നോട്ട് കൊണ്ടുപോയി, അതിലാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇളക്കുന്നത്. അല്ല, അങ്ങനെ എത്ര ഈ സാധാരണക്കാരായ അണികൾക്ക് എങ്ങനെ എത്ര പേര് അങ്ങനെ അളക്കും? അല്ല, നമ്മുടെ അത് അങ്ങനെ അളക്കുന്നത് കൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇവർ തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോയോ, ജനാധിപത്യത്തിന് മുന്നോട്ട് കൊണ്ടുപോയോ, പൗരാവകാശത്തിന് മുന്നോട്ട് കൊണ്ടുപോയോ, അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തോ, താൻ പ്രമാണിത്തം കാണിച്ചോ, മനസ്സിലായോ? ഇതൊക്കെയാണ് ആളുകൾ CPM-കാരെ നോക്കുന്നത്. അതേസമയം കോൺഗ്രസ്സുകാരെ അങ്ങനെ നോക്കണമെന്നില്ല. അവരെ വേണമെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ജനകീയ MLA-യും ജനകീയതയുടെ കാര്യത്തിൽ മാത്രം ജയിച്ചു വരാനുള്ള സാധ്യത തുലവും കുറവാണെന്നും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ അണികൾ കാണും എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സുമേഷ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2021 തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന്, മലബാർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പിന്തുണ, 2021 തിരുവിതാംകൂർ ജയിക്കുന്നതിന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ, വലിയ പിന്തുണ, അതേസമയം തന്നെ CPM-ന്റെ ഈഴവ വോട്ട് ബാങ്ക് നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് 2021 അവർ വന്നത്. ആ സാമൂഹിക സമവാക്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഒരു സീറ്റിലും പിന്നെ മലബാറിൽ മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്നുള്ളത് 100%. ക്രിസ്ത്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പിന്തുണയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു. വാസ്തവമാണ്. ഹിന്ദുക്കളുടെ ഇടയിലും വലിയ തോതിലുള്ള വെല്ലുവിളി ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഈ CPM-കാർ കഷ്ടിച്ചൊരു 71% സീറ്റ് എന്നെങ്കിലും പറഞ്ഞ് കാണുന്ന ഈ കാര്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു നോക്കുമ്പോൾ അതെല്ലാം ദിവാസ്വപ്നങ്ങളാണെന്നും 10 വർഷം അധികാരത്തിൽ നിന്നതിൻ്റെ ഒരു അർമാദം കൊണ്ട് ഇനി അധികാരമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 99 സീറ്റ് കിട്ടിയിരുന്നതല്ലേ, 99 സീറ്റിൽ ഒരു 71 സീറ്റെങ്കിലും കിട്ടാതെ പോകുമോ എന്നുള്ള അവരുടെ ഒരു ദിവാസ്വപ്നത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വാദഗതികളാണ് ഇതെന്നും ഇത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇപ്പോഴത്തെ വസ്തുനിഷ്ഠ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. എന്തായാലും ഞാൻ പറഞ്ഞത് എൻ്റെ നിലപാടല്ല, ഈ CPM-കാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നിലപാടിനെ ഞാൻ ഒന്ന് ഖണ്ഡിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരുടെ ഈ വാദമുഖങ്ങൾ അത് എത്രത്തോളം ശരിയാണ്, അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ശ്രീ KM ഷാജഹാൻ സാർ പറഞ്ഞത്. എന്തായാലും സ്വപ്നം കാണാനുള്ള അവകാശം MV ഗോവിന്ദനുമുണ്ട്, പിണറായി വിജയനുമുണ്ട്. വീണ്ടും കാണാം.